UK ഓക്കെ അങ്ങനെയുള്ള നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാൽ മതി അല്ലേ? യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. എല്ലാവരുടെയും മനസ്സിൽ രജിസ്റ്റർ ആകട്ടെ. ശരി. പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയവർക്ക് ഏറ്റവും നന്നാവുന്നതാണ് എന്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എന്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രന്റ് മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ട്. ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കെയറും സ്നേഹവും ഞാൻ മറക്കില്ല. ഞാനവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആന്റണിയാണ്. പക്ഷെ ജോണി ആന്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണി ആയിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനേ ചേട്ടാ അതൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ അത് സാധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നിരുന്നപ്പോ എനിക്ക് ആ ഒരു വിഷമമായിരുന്നു. കാരണം ഈ സ്ക്രീനിലൊന്നും എന്റെ ഒരു തല പോലും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം കരുതും ഇയാളെന്താ ഇവിടെ കാര്യം എന്ന് കരുതി കാണും. ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് അരുൺ പറഞ്ഞ പോലെ ഒരു ചെറിയ സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനും അതിലൂടെ പൊട്ടിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ബ്ലസ്സിയൊക്കെ വീണ്ടും ഒരുപാട് നാളെ ശേഷമാണ് കാണുന്നത്. മിക്കവാറും ചാറ്റിംഗ് ഉണ്ട് വാട്സപ്പില്. ദിലീപ് സല്ലാപത്തിന്റെ കാര്യമാകുമ്പോൾ ഞാൻ ഇങ്ങനെ കുളിർമ കോരിയിട്ടു. കാരണം നിങ്ങളെ നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. ബ്ലസ്സി പറഞ്ഞ പോലെ നമ്മള് 92 കുടുംബസമേതം എന്ന ജയരാജ സിനിമയിലാണ് ഞങ്ങൾ അദ്ദേഹം പരിചയപ്പെടുന്നത്. അന്ന് ബ്ലസ്സി അസോസിയേറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും ഇതിന്റെ സമ്മാനം. ബ്ലസ്സിയുടെ ആദ്യ സിനിമയെ കാഴ്ചയിലും ഞാൻ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ദിലീപിന്റെ ആദ്യകാലത്തെ എല്ലാ സുപ്രധാന പടങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ. അസിസ്റ്റന്റ് പിന്നെ ദിലീപും എന്റെ ഒരു സിനിമയിൽ അസിസ്റ്റന്റായിരുന്നു. കമലിക്കയുടെ ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റന്റായിരുന്നു. ഇന്നത്തെ കോമഡിക്കൊന്നും ഞാൻ പറയുന്നില്ല. ജോണി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത്. ഞാനിവിടെ ഒരു പറയാനിരിക്കുന്നത് ജോണിയുടെ ആദ്യത്തെ സിനിമ 1996 തുളസിദാസിന്റെ കുങ്കുമച്ചെപ്പ് എന്നൊരു സിനിമ. അതിലാണ് ഞാൻ ആദ്യം ജോണി പരിചയപ്പെടുന്നത്. ജോണി അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, 4ാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു. ശോഭനായിരുന്നു അതിന്റെ നായകൻ. ഞാനിവിടെ ജോണിയോട് ചോദിച്ചു, ജോണി നമ്മുടെ 96 മറ്റേ കുങ്കുമച്ചെപ്പ് അതിൽ നമ്മൾ ആദ്യം ചെയ്തു. ചേട്ടാ നമ്മൾ 91 ചാഞ്ചാട്ടം ചെയ്തില്ലായിരുന്നു. 91 ഉണ്ട് ഇതേ നിൽക്കുന്നു അല്ലേ. 91 ജയറാമായിരുന്നു നായകൻ അല്ലേ, ജയറാം മുൻവശി. അങ്ങനെ ഞാനൊരു സപ്പോർട്ടിക്കോളാം. ഞാൻ അദ്ദേഹം സീനിയർ ഒന്നും അല്ല. ഞാൻ എന്റെ ഒരു 5ാമത്തെ സിനിമ അത് അത്രയായിട്ടുള്ളൂ. അല്ല അപ്പൊ 91